யாருமே கிட்ட வரக்கூடாது. எனக்கு வேண்டியது இவனே தான். யாராவது வந்து தடுத்து குத்தி கொலை பண்ணிடுவேன். எத்தனையோ வாட்டி உன் காலில் விழுந்து நான் கெஞ்சிட்டேன். ஏன் அப்பா தப்பு பண்ணல அவரை விட்டுடுன்னு. அப்ப நீ சொன்ன அவர் தப்பு பண்ணல, நான் கோட்டுன்னு சும்மா விட்டுடும்னு. விட்ட மாட்டேன்டா நாயே. இனிமே அந்த மாதிரி அப்பா அவங்களுக்கு தண்டனை வாங்கி கொடுக்கறதுக்கு நீ இருக்க கூடாது. இந்த உலகத்துல இருக்க கூடாது. விட மாட்டேன்டா. ഞാനല്ല, ഇവനാ എന്നെ കൊല്ലാൻ വന്നത്. ഹോസ്പിറ്റൽ. ഓ മൈ ഗോഡ്, സീക്കിരം ഹോസ്പിറ്റൽ എടുത്ത് പോങ്ങടാ. തിരുമ്പി വരുവേടാ. ഓരോരുത്തന്മാര് കേറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ശേഖരണവാ. അങ്ങനെ അങ്ങ് പോവല്ല സാറേ. ആ പോയവൻ പാതി വഴിക്ക് അങ്ങ് തട്ടിപ്പോയാ കൊലക്കുറ്റത്തിന് ഞങ്ങൾ കോടതി കയറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ ഓണർ വന്നിട്ട് പോയാ മതി. അതെവിടുത്തെ ന്യായം? ന്യായ അന്യായങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. സാറന്മാരും കൂടി വരണം. വരണം സാറേ. യു ബാസ്റ്റർഡ്. എന്നെ കുറിച്ച് താനൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? യു നോ ഐ ആം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. അല്പനേരം സാറന്മാരും ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഹോട്ടലിൽ അതിന്റേതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ ഓണർ വളരെ സ്ട്രിക്റ്റാ. അവന്റെ മറ്റടുത്തൊരു ഓണർ എങ്കിൽ നിന്ന് പ്രസംഗിക്കാതെ വിളിച്ചോണ്ട് പോടോ അയാളെ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് താന്തോന്നി. നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ ഹോട്ടലാണ്. സ്വന്തം ഭാര്യയെ പ്രസവവാടി കൊണ്ട് കേറ്റിട്ട് നീ സ്റ്റേറ്റ് മാറി എന്ത് കോപ്പുണ്ടാക്കാനാടാ വന്നത്? അതല്ല വെള്ളമടിയും വാക്കത്തി പ്രയോഗവും ഒക്കെ ആയിട്ട് കൊച്ചുകുഞ്ഞിന്റെ പണി നീ അങ്ങ് ഏറ്റെടുത്തോ? കുടുംബ പാരമ്പര്യവും തറവാട്ട് മഹിമയൊക്കെ ചേട്ടന്മാർക്ക് വടക്കൻ വീട്ടിനകത്തല്ലേ ഉള്ളൂ. ഞാൻ എന്റെ ജോലി ചെയ്യാൻ വന്നതാ. അതിനിടയ്ക്ക് ഏത് മറ്റവൻ വന്ന് വിലം കടിച്ചാലും എനിക്കത് പുല്ല. ഹലോ சார், நான் டாக்டர் பிரசாத் பேசுறேன். മാക്സിമം ട്രൈ பண்ணிட்டோ. பட் ஹி இஸ் நோ மோர். ഹലോ, ഞാനാടാ, അമ്മച്ചിയാ. എന്നതാ അമ്മച്ചി? നെൽസൺ ഇത് എവിടെ പോയി കിടക്ക? അവന്റെ നമ്പറിൽ വിളിച്ചിട്ട് തമിഴിൽ എന്നതൊക്കെയോ പറയാ. ആലീസ് പ്രസവിച്ചു, പെൺകുഞ്ഞാ. ഏതെങ്കിലും വിധത്തില് ഇത് അവനെ ഒന്ന് അറിയിക്കുമോനെ? ഞാൻ അറിയിച്ചോളാം. കൊലയാടി മോനെ, സ്വന്തം അനിയൻ പ്രായം തികയാത്തൊരു പെണ്ണിനെ പിച്ചു ചിന്തി കളഞ്ഞതിന്റെ വാദം ജയിച്ചിട്ട് അത് ആഘോഷിക്കാൻ വന്നപ്പോ കൊച്ചുനെതിരെ കൈ ചൂണ്ടിയാലുണ്ടല്ലോ, പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. ആദ്യം വിളിച്ചത് ആശുപത്രിന്ന്. നീ ഇവിടുന്ന് പണി കൊടുത്ത് അങ്ങോട്ട് അയച്ചവൻ അവിടുന്ന് പരലോകത്തോട്ട് കെട്ടിയെടുത്തു എന്ന് പറയാം. രണ്ടാമത് വിളിച്ചത് ആശുപത്രിന്ന്. അമ്മച്ചി, നിനക്കൊരു പെൺകുഞ്ഞുണ്ടായ സന്തോഷം അറിയിക്കാൻ. നെൽസ, കൊന്ന പാപം തിന്നാ തീരുമെന്ന. പക്ഷെ നീ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് തീർത്തു. ഉണ്ടായതൊരു പെൺകുഞ്ഞാടാ. അതിനെ വളർത്തി വലുതാക്കുന്നത് ഇതുപോലുള്ള ചെറ്റകൾക്ക് വീണ്ടും ആഘോഷിക്കാൻ വേണ്ടി ആകരുത്. ഒരു അനിയന്റെ ഉപദേശമായിട്ട് കണ്ടാ മതി. കൊച്ചുകുഞ്ഞ്? അതെ, കൊച്ചുകുഞ്ഞ് തന്നെയാ. ഇനി നീ പറ, ഞാൻ എന്നാ വേണോന്ന്? പണ്ട് നീ കട്ടതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്ത പോലെ ഈ കൊലപാതകവും ഞാൻ ഏറ്റെടുക്കണോ? പറ. കൊച്ചുകുഞ്ഞ്,
എനിക്ക് എന്റെ മോളെ കാണണം. ഞാൻ ഒരുത്തനെ കൊന്നവനാണെന്ന് പുറംലോകം അറിഞ്ഞ പിന്നെ ഞാനില്ലടാ. അപേക്ഷിക്കുക ഞാൻ വക്കീലായിട്ടല്ല, ഒരു ചേട്ടനായിട്ട്. എനിക്ക് എന്റെ മോളെ കാണണം. പ്ലീസ്. നെൽസ, നീ പോയി നിന്റെ കെട്ടിയോളം കുഞ്ഞിനെ കാണ്. ഇത് കൊച്ചുകുഞ്ഞ് നോക്കിക്കോളാം. ഇനി നിനക്ക് വേണ്ടി അഴി എണ്ണാനാണ് എന്റെ യോഗമെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. നീ പോടാ. വേണ്ട, അങ്ങനെ ഉണ്ടാവരുത്. ഇത് ഞാൻ ഏറ്റെടുത്തോളാം. എന്താ എന്റെ ഹോട്ടലിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് വേണ്ടി കുറ്റമായിട്ട് പറയലല്ലോ നിന്റെ ജോലി. അറിയാം, പക്ഷേ ഇത് സാറിന്റെ ചേട്ടനല്ലേ, ഞാൻ ഏറ്റെടുത്തോളാം. ഇതിന്റെ പേരിൽ ഒരുപാട് കാലമൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ലെന്ന് എനിക്കറിയാം. കണ്ടടാ, ജന്മബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത്. അങ്ങനുണ്ടായ കൂടപ്പുറപ്പ ഇവനെനിക്ക്. ഇനി ഇവന് വേണ്ടി കേസ് വാദിക്കാൻ കൊടികെട്ടിയ വക്കീലന്മാര് വേറെ വരും. കാശിന് വേണ്ടിയല്ല, കൊച്ചുകുഞ്ഞിന് വേണ്ടി. വടക്കൻ വീട്ടിലെ വക്കീലെ, കൊച്ചു പ്രായത്തിൽ ഊരുതണ്ടിപ്പോയവൻ കാശിന് വകയില്ലാത്തവനായി തിരിച്ചെത്തിയ കഥ ഒരുപാട് വന്നിട്ടുണ്ട് സിനിമയില്. നീയൊക്കെ അതേ കഥ 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് തറവാട്ടില്. പക്ഷെ ഇത് കഥ വേറെയാടാ. കൊച്ചുകുഞ്ഞ് ഉശിരി കാണിച്ച് ഊരുതണ്ടി ഉണ്ടാക്കിയാ വന്നത്. ആ സമ്പാദ്യത്തോട് മത്സരിക്കാൻ വടക്കൻ വീട്ടിൽ ആണായിട്ട് ജനിച്ച നീ അടക്കമുള്ള 9 എണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും മതിയാകുകയല്ല. അതൊന്നല്ല, 9 10 മടങ്ങെങ്കിലും വരും. പോയി ഉണ്ടായ പെങ്കൊച്ചിനൊരു പൊന്നരഞ്ഞാണം കെട്ടിക്കൊടുക്ക. പണ്ട് നീ കട്ടോണ്ടുപോയ മുക്കാപ്പവന്റെ താലിമാല പോലെയല്ല, അവളുടെ അപ്പാപ്പന്റെ വക 3.25 പവന്റെ ഒരു പൊന്നരഞ്ഞാണം. എത്തിയോ അപ്പൻ? തറവാട്ടിൽ ഒരു പെങ്കൊച്ചുണ്ടായതിന്റെ സന്തോഷം ഊതിക്കെടുത്തിട്ട് നീയൊക്കെ എന്നാത്തിനാടാ ഇങ്ങോട്ട് കേറി വന്നത്? തൊടരുത് എന്റെ കൊച്ചിനെ. ആലിസേ, വേണ്ട. കണ്ടവരുടെ ചോര അഴുക്കും പോരണ്ട ആ കൈകൊണ്ട് എന്റെ കൊച്ചിനെ തൊടണ്ട. ആലിസേ, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു കൊച്ചുകുഞ്ഞ് പച്ച മലയാളത്തില്. അനുജന് വേണ്ടി ചേട്ടൻ ചെയ്ത ത്യാഗം. അവൻ മൂക്കറ്റൻ കള്ളും മൂന്തി ഏതോ ഒരുത്തന്റെ മെക്കിട്ടേറി അവനെ കുത്തി മലക്കിയതിന്റെ കേസ് തീർക്കാൻ നിൽക്കുന്നത് കൊണ്ടാ ചേട്ടൻ വരാൻ വൈകുന്നേന്ന്. അത് കേട്ടപ്പോ 10 മാസം മോളെ വയറ്റിലിട്ട് ചുമന്നോണ്ട് നടന്നത് വെറുതെ ആയി പോയല്ലോ കർത്താവേന്ന് തോന്നിപ്പോയി എനിക്ക്. എന്നാത്തിനാ കുഞ്ഞെ ആർക്കും വേണ്ടാത്തതിന് വേണ്ടിട്ട് വക്കാലത്ത് പറയാൻ പോയത്? ഇതും കൂടെ ഈ അമ്മച്ചിയെ കേൾപ്പിക്കാനായിരുന്നു. അമ്മച്ചി, ഓ, പെറ്റമ്മ തന്നെ പറഞ്ഞു ആർക്കും വേണ്ടാത്തതാണെന്ന്. പിന്നെ കണ്ടാലേ കടിച്ചു കീറാൻ നിൽക്കുന്ന നിനക്ക് എന്നാടാ ഈ കൂടപ്പറപ്പ് സ്നേഹം തുടങ്ങിയത്? ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വിചാരണ? ഞാൻ ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്ന് എന്നെ വിടാൻ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്നെ വേണമെന്ന്. 10 മാസം എന്റെ മോളെ ചുമന്നോണ്ട് നടന്നത് ഒരു നിമിഷം കൊണ്ട് വെറുതെ ആയി പോയെന്ന് തോന്നിയത് നിനക്ക്? എടീ, ഒരു ആയുസ് തീരും വരെ ഞാൻ എന്റെ മോളെ കഷ്ടപ്പെട്ട് പോറ്റിയാലും 10 മാസം ചുമന്നതിന്റെ കണക്ക് നിന്നെ പോലൊരു ഭാര്യയ്ക്ക് പറയാൻ ബാക്കി കാണൂ. അതങ്ങനെ. അമ്മച്ചി, ഇവരാരും പറയുന്നത് കേട്ട് ഇനി ഒരു നിമിഷം പോലും അമ്മച്ചി കൊച്ചുകുഞ്ഞിന് വേണ്ടി കരയരുത്. കണ്ടാലേ കടിച്ചു കീറുമായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്നെനിക്കതല്ല എന്റെ കൊച്ചുകുഞ്ഞ്. പ്രായം കൊണ്ട് അവൻ എനിക്ക് അനിയനാ, പക്ഷേ ജീവിതം കൊണ്ട് അവൻ എന്റെ ചേട്ടനാ. നീ എന്നതൊക്കെയാടായി പറയുന്നേ? സത്യം, അമ്മച്ചിയാണ് സത്യം. കള്ളു കയറിയതും കുത്തി വളർത്തിയതും ഞാനാ. അതിന്റെ പേരിൽ അയാൾ അങ്ങ് തീർന്നുപോയി. ആ കേസിൽ ഞാൻ അകത്താവുന്നായപ്പോ അത് കൊച്ചു ഞങ്ങൾ ഏറ്റെടുത്തു. പണ്ടും അതങ്ങനൊക്കെ തന്നെ ആയിരുന്നല്ലോ. എന്റെ കർത്താവേ, ഞാൻ എന്നതൊക്കെ കേൾക്കുന്നേ.
അമ്മച്ചിയുടെ മോനെ കുറിച്ച് അധികം ഒന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവൻ കൊച്ചു കുഞ്ഞല്ല അമ്മച്ചി. വടക്കൻ വീട്ടിൽ തറവാട്ടില് അവനാ വലിയ കുഞ്ഞ്. ഇത്രയും കാലം അമ്മച്ചി അവന്റെ നന്മയ്ക്ക് വേണ്ടി തെളിയിച്ച മെഴുകുതിരികളൊന്നും വെറുതെ കത്തി തീർന്നിട്ടില്ല. അതുറപ്പാ.